ഇതൊരു മീനൊന്ന് മുറിച്ച് നോക്കട്ടെ. നല്ല വലിയ മത്തിയാണ് കേട്ടോ. ഇന്നലെ ഞങ്ങൾ വാണിയമ്പലം പോയിരുന്നു, അപ്പോൾ വാങ്ങിയതാണ്. നല്ല ടേസ്റ്റുള്ള മത്തിയാണ്. ഞങ്ങൾ ഇന്നലെ എടുത്ത് പൊരിച്ചു. അപ്പോൾ ഇതുകൊണ്ടൊരു അടിപൊളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടൂലേ മീൻ കറി, അതുപോലുള്ളൊരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് സൺഡേ സ്പെഷ്യലാണ് മീൻ കറി. നമ്മൾ ഈ വലിയ മീനൊക്കെ വാങ്ങുമ്പോൾ അത് ടേസ്റ്റ് കുറയും, വലിയ മീൻ അങ്ങനെ പറയും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് മീനാവാഞ്ഞിട്ടാണ് അത് ഈ ഐസിലിട്ട് വെക്കുകയാണ്. ഐസിലിട്ട് വെക്കുമ്പോൾ പിന്നെ അതിൻ്റെ ടേസ്റ്റ് കുറയും. പക്ഷെ നമ്മൾ ഫ്രഷ് മീൻ വാങ്ങുകയാണെങ്കിൽ ഇന്ന് തന്നെ ചാലിയത്ത് നിന്നൊക്കെ കൊണ്ടുവരുന്ന മീൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവും. അത് പിന്നെ അതിൻ്റെ പിറ്റേന്നൊക്കെ ഐസിലിട്ട് വെച്ചിട്ട് അങ്ങനെ കിട്ടുമ്പോഴാണ് നമുക്ക് ടേസ്റ്റ് കുറയുന്നത്. ഞങ്ങൾക്കിവിടെ എന്താ പറയുക, സൗകര്യങ്ങളൊന്നുമില്ല. ഞങ്ങളെ ഷെഡിൻ്റെ ഈ ഒരു സൈഡിൽ ഇരുന്നിട്ടാണ് മീനൊക്കെ നന്നാക്കൽ. പിന്നെ വേസ്റ്റ് ഒന്നും ഇടാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഞങ്ങൾക്ക് പിന്നെ തെങ്ങുണ്ട് കേട്ടോ. ഞങ്ങളെ അയൽവാസികൾക്ക് തെങ്ങുണ്ട് അവിടെ. അപ്പം അവിടെ കൊണ്ടുപോയിടലാണ്. കണ്ടോ, നല്ല സൂപ്പർ മീൻ മത്തി, നല്ല നെയ്യുണ്ട്. ഇന്നലെ പൊരിച്ച് നോക്കുമ്പോൾ പിന്നെ ഇതിന് നെയ്യോണ്ട് ഇത് കേട്ട് നമ്മൾ ക്രിസ്പി ആകണില്ല. അത്രയും നെയ്യുള്ള മത്തി. ടേസ്റ്റ് ഉണ്ട്, നല്ല മുള്ളും ഉണ്ട്. അത് കഴിയില്ല. പിന്നെ നമ്മൾ അതൊക്കെ എടുത്തിട്ട് കൊടുത്താൽ കുട്ടികൾക്ക് കഴിക്കാം. ഞാനിങ്ങനെയാണ് സാധാരണ മത്തി നന്നാക്കൽ കേട്ടോ. ചില ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് അറിയോ, ഈ തല ഉണ്ടല്ലോ ഇവിടെ കണ്ടിച്ച് കളയും. ഞാനിങ്ങനെ തന്നെയാണ് നന്നാക്കൽ. പിന്നെ നിറച്ച് ആരുണ്ട്.
ഇതൊരു മീനൊന്ന് മുറിച്ച് നോക്കട്ടെ. അപ്പോൾ ഇതാ അരി ഇട്ടിട്ടുണ്ട്. നമ്മുടെ റേഷൻ അരി പെട്ടെന്ന് വേവും. ഇന്ന് സ്പെഷ്യൽ മീൻകറിയാണ് കേട്ടോ. അപ്പോൾ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇരുമ്പൻപുളി 2 എടുത്തിട്ടുണ്ട്, തക്കാളി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി കഷ്ണം ഉണ്ട്. ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. ഒരു തോടം പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ, വാളംപുളിയാണ്. അപ്പോൾ ഒരു ഇഞ്ചി കഷ്ണം ഞാൻ ചതച്ചിട്ടുണ്ട്, ഇത്ര വലിപ്പമുള്ളത്. അപ്പോൾ അത് കൂടെ ഇതും കൂടി ഇട്ടൊന്ന് ചതച്ചിട്ട് നമുക്കിതൊക്കെ ഒന്ന് വാട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, മത്തി നല്ല നെയ്യുള്ള മത്തിയാണെങ്കിൽ ഉണ്ടല്ലോ, അതുകൊണ്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആക്കാരം. അതിൻ്റെ ചാറ് മാത്രം മതിയാവും കേട്ടോ ചോറ് കഴിക്കാനേ. ചോറ് മാത്രമല്ല, പത്തിരിക്കും ചപ്പാത്തിക്കും ഒക്കെ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെയുള്ള മീൻ കറി. എല്ലാവർക്കും ഇഷ്ടമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ മക്കളും കുഞ്ഞാണിയൊക്കെ നല്ലോണം കഴിക്കും കേട്ടോ. ചപ്പാത്തിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആവും, പൊറാട്ടയ്ക്കൊക്കെ. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇതിൽ നിന്ന് വാരിയെടുത്ത് ചതക്കട്ടെ. ഒരു 3-4 പോണ നാളികേരം അരക്കണയിൽ അരക്കും വേണം. വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പെരുംജീരകവും നാളികേരത്തിലിട്ടിട്ട് അങ്ങനെയാണ് നമ്മൾ നാളികേരം അരക്കണത് കേട്ടോ. അപ്പത്തിന് അരി തിളച്ച് 2 തള തിളക്കുമ്പോഴത്തേനും ചോറ് റെഡിയാവും. അതാണ് പിന്നെ റേഷൻ അരി കൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ നല്ല അരിക്കൊക്കെ ഉള്ളൊരു വില 50, 40, 45 ഉറുപ്പ്യൊക്കെയാണ് ഓരോ കിലോ അരിക്ക്. റേഷൻ അരി കൊണ്ട് എന്താ പറയുക, ഇപ്പം നിങ്ങളോട് പറയുകയാണെങ്കിൽ കേട്ടോ, ഞങ്ങൾക്ക് ഈ ഒരു പിണറായി ഭരണം വന്നതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു പാർട്ടി ഒന്നുമില്ല, എനിക്ക് എല്ലാവരും ഒരേപോലെയാണ്. ഇപ്പം നമുക്കുള്ളത് നമ്മളൊന്ന് പറയണമല്ലോ. ഞങ്ങൾക്ക് ലൈഫിൻ്റെ ഒരു വീട്, ലൈഫ് പദ്ധതി വന്നതോടുകൂടി ഞങ്ങൾക്ക് വീട് കിട്ടി. ലൈഫിൻ്റെ വീട് കിട്ടി. അത് അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി. അങ്ങനെ വന്നൊരു പദ്ധതി വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീട് കിട്ടിയത് കേട്ടോ. അത് മാത്രമല്ല, ഞങ്ങളെ റേഷൻ്റെ കാർഡും താഴെ ഇപ്പോൾ അരിയും കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അള്ളാഹുവിന് ഒരുപാട് സ്തുതി. അപ്പോൾ ഞാൻ ഇപ്പോഴും പിണറായി സർക്കാരിനോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. കാരണം ഈ ഒരു സർക്കാർ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് അരി കിട്ടാൻ തുടങ്ങിയതും ഞങ്ങൾക്കൊരു വീട് പാസ്സായത് കേട്ടോ. എന്നെ പോലെയുള്ള പാവങ്ങൾക്കൊന്നും എന്താ പറയുക, സ്വന്തം കയ്യിൽ നിന്ന് ലക്ഷങ്ങളെടുത്ത് വീടുണ്ടാക്കാനൊന്നും കഴിയില്ല. നിങ്ങൾക്ക് അറിയാലോ അംഗൻവാടിയിൽ നിന്ന് എന്താ സാലറി കിട്ടുക എന്നുള്ളത്. കുഞ്ഞാണിയാക്കിയും തന്നെ കൂലിപ്പണിക്കാരനാണ്. ടാപ്പിങ് മഴക്കാലത്ത് ഉണ്ടാവില്ല, വേനൽക്കാലത്ത് നിർത്തും, സ്ഥിരമായിട്ട് ഉണ്ടാവില്ലല്ലോ ടാപ്പിങ്ങാർക്കും. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ട് നമുക്ക് എന്താ ആനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സർക്കാരോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയിപ്പോൾ ഭരണമൊക്കെ മാറുകയാണ് അല്ലേ. ഇനിയിപ്പോൾ ആർക്കാ ഭരണം കിട്ടുകയെന്നറിയില്ല. ഇനിയിപ്പോൾ പിണറായി സർക്കാരിന് കിട്ടിയാലും ആർക്ക് കിട്ടിയാലും ഇതുപോലുള്ള ഭരണങ്ങളൊക്കെ മുന്നോട്ട് വരട്ടെ. എന്നാലുള്ളൂ പാവപ്പെട്ട എന്നെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഒരു വീടാവാനും അതുപോലെ ഒക്കെ ചെയ്യാനൊക്കെ പറ്റുക. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനൊക്കെ പറ്റട്ടോ. അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് പിണറായി സർക്കാർ തന്നെ വരട്ടെ ഭരണത്തിൽ എന്ന് പറയുന്നുണ്ട്. ഇനി ഒരുപാട് ആൾക്കാർക്ക് വീട് കിട്ടാനുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഈ തക്കാളിയും ഇരുമ്പൻപുളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, നുറുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഇരുട്ടാണ് കേട്ടോ ഈ ഷെഡ് റൂമിൻ്റെ അടുക്കളയിൽ. എനിക്ക് നിന്ന് തിരിയാനേ പറ്റുള്ളേ. അരി വേവാനായിട്ടുണ്ട്, ചോറുപ്പാവും. അപ്പോൾ ഞാൻ ഈ ഒരു 2 പോണ വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും ഒക്കെ ചതച്ചത് തക്കാളിൻ്റെ കൂട്ടത്തൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഈ കല്ലറിലാണ് കേട്ടോ ചതക്കൽ. അതിനിപ്പോൾ ഒരു മിക്സിൻ്റെ ജാർ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ അമ്മയുണ്ട്, അമ്മിമ്മയും പോയി ചതക്കുക. അപ്പം അമ്മിമ്മ ചതക്കുമ്പോൾ നല്ലോണം കുറേ കഴുകണ്ടേ. ഇത് കല്ലറിലാകുമ്പോൾ കുറച്ച് കഴുകിയാൽ മതിയല്ലേ. അപ്പോൾ അതാ ഈ കല്ലറിൽ ഞാൻ കഴുകി കമത്തി വെക്കുകയാണ്. മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോറ് ഊറ്റിയിട്ട് വേണം മീൻകറി ഉണ്ടാക്കാൻ കേട്ടോ.
ഞാൻ അടുപ്പത്ത് തന്നെയാണ് അധികം ഉണ്ടാക്കുക. കാരണം കുഞ്ഞാണിയൊക്കെ വെട്ടാൻ പോണ തോട്ടത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ വിറക് കിട്ടും കേട്ടോ. വിറകിന് ഒരു പഞ്ഞമല്ല, വിറകുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഷെഡാണെങ്കിലും ഇവിടെ പൈപ്പ് വെള്ളം നമ്മുടെ കിണറ്റിൽ നിന്ന് നേരിട്ട് വരുന്ന വെള്ളമാണ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ശുദ്ധമായിട്ടുള്ള നല്ല തണുത്ത വെള്ളമാണ്. അപ്പോൾ അത് നാളികേരം അരക്കണം. നാളികേരം അരക്കാൻ വേണ്ടിയിട്ട് പെരുംജീരകവും വെളുത്തുള്ളിയും ചെറിയുള്ളിയും നാളികേരവും മിക്സിൻ്റെ ജാറിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്ത് വെച്ചാൽ കറണ്ട് പോയാൽ ചിലപ്പോൾ അരക്കൽ നടക്കൂല. അതിന് പിന്നെ അമ്മിമ്മ കൊണ്ടുപോകേണ്ടി വരും അരക്കാൻ. ഞാൻ മിക്കവാറും അമ്മിമ്മ തന്നെയാണ് അരക്കൽ. ഇന്നിപ്പോൾ എനിക്ക് അമ്മിമ്മ അരക്കാൻ നേരമൊക്കെ ഉണ്ടെന്ന് ചെറിയൊരു മടി. മുറ്റത്ത് കുറേ പുല്ല് പറിക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പറിച്ച് വന്നപ്പോഴത്തേനും ഭയങ്കര ക്ഷീണം. അപ്പോൾ ആ കടുകും ഉലുവയും പൊട്ടിച്ച് അതിക്ക് നമുക്ക് ഈ കണ്ട സാധനങ്ങളൊക്കെ ഇട്ട് വഴറ്റി കൊടുക്കണം. ചെറിയൊരു കുഞ്ഞു സവാള കൊത്തി അരിഞ്ഞ് അതൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ തക്കാളി, പച്ചമുളക്, പിന്നെ തക്കാളി, നമ്മളെ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ചതച്ചത് അതൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. കറി ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. ചോർക്കും നല്ല ടേസ്റ്റേ കാരട്ടോ ഈ കറി. ഇതുപോലെയുള്ള റെസിപ്പികൾ ഞാൻ കുറേ ഇട്ടിക്കണം നമ്മളെ ചാനലിൽ. എന്നാലും പിന്നെ നമ്മളെ വ്ളോഗിൽ നമ്മൾ എന്താ ഉണ്ടാക്കണം അതിങ്ങനെ ഇടുക. പിന്നെ കറിവേപ്പിൻ്റെ ആ ബാക്ക് ഭാഗം കളഞ്ഞ് തലഭാഗം നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ച കറിവേപ്പിൻ്റെ ഇലയാണ്, അതൊന്നും ഇട്ടെടുത്തു. പിന്നെ ഈ കറിവേപ്പിൻ്റെ ഇലൻ്റെ ടേസ്റ്റ് ചൊവ്വാന്നൊക്കെ പറയുന്നത് കറികളിലൊരു പ്രത്യേക ഒരു മണമാണ്. പിന്നെ ആ എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണയ്ക്ക് മുളക് പൊടി നല്ലോണം ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിക്ക് നല്ലൊരു ചുവന്ന കളറ് കിട്ടാൻ വേണ്ടിയിട്ടോ. ഇത്തിരി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. എന്നിട്ട് പുളി നല്ലോണം പിഴിഞ്ഞ് പാരുക. പിന്നെ ഒരു 2 ഓർക്കാപ്പുളി ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഫ്ലേവർ, അതിൻ്റെ ഒരു ചൊവ്വ എന്നൊക്കെ പറയാം, അതൊക്കെ ഒരു ഇഷ്ടമാണ് എനിക്ക്. പിന്നെ അതാ മത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കുക, കഴുകി മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ നാളികേരം പാരുക, വാങ്ങുക, അതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം. നിങ്ങളെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ മക്കളെ ഞാൻ ഇവിടം വരെ എത്തിയത്. എനിക്ക് ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ നാളികേരം ഫൈനായിട്ട് അരച്ചത് ഒഴിച്ചു കൊടുത്തു. ഈ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത് കൈപ്പുണ്യം എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? എരിവ്, പുളി ഇതൊക്കെ പാകമാകുന്നതാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത്. ഇപ്പം ഇതിൽ എരിവും പുളിയും ഉപ്പും ഒക്കെ പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളെ കറി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരാം.